അത്തരം അഭ്യൂഹങ്ങൾ കഴിഞ്ഞ കുറേ നാളുകളായി, അതായത് രാജേന്ദ്രനെതിരെ പാർട്ടി നടപടി സ്വീകരിച്ച ഘട്ടം മുതൽ തന്നെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും രാജേന്ദ്രൻ പറഞ്ഞിരുന്നത് താൻ BJP-യിലേക്ക് ഇല്ല എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോഴത്തെ ഈ സന്ദർശനം തീർച്ചയായിട്ടും അതിനൊരു രാഷ്ട്രീയ പശ്ചാത്തലം കൂടിയുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിൽ ഇടതുമുന്നണി ഒരു തിരഞ്ഞെടുപ്പിനെ നേരിടുകയാണ്. അവർ പ്രധാനമായ ഒരു വിഷയമായി ഉയർത്തുന്നത് ഈ കോൺഗ്രസ് നേതാക്കൾ പാർട്ടി വിട്ട് BJP-യിലേക്ക് ചെല്ലുന്നു, അല്ലെങ്കിൽ ഇന്ന് ജയിപ്പിച്ചു വിട്ടാൽ അവർ കോൺഗ്രസിൽ തന്നെ ഉറച്ചു നിൽക്കും എന്ന ഉറപ്പില്ല എന്ന തരത്തിലുള്ള പ്രചരണം, രാഷ്ട്രീയ പ്രചരണം ഒരു വശത്ത് നടക്കുകയാണ്. അതിനിടയിലാണ് എസ് രാജേന്ദ്രൻ ഇപ്പോൾ കേരളത്തിന്റെ ചുമതലയുള്ള പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. അത് തീർച്ചയായിട്ടും അതിനൊരു രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട്. CPM-നെ സംബന്ധിച്ച് അത് വലിയ പ്രതിരോധത്തിലാക്കുന്ന ഒരു വിഷയമാണ്. ഒരു ഘട്ടത്തിൽ ഈ പ്രശ്നം പരിഹരിക്കാൻ ജില്ലയിലെ നേതാക്കൾക്ക് ഇപ്പോഴും രാജേന്ദ്രനുമായി പ്രശ്നമുണ്ട്. പ്രത്യേകിച്ച് MM മണി, അതോടൊപ്പം തന്നെ KK വിജയൻ, ശശി ഉൾപ്പെടെ, KV ശശി അടക്കമുള്ള ജില്ലയിലെ പ്രമുഖ നേതാക്കൾക്ക് രാജേന്ദ്രനുമായിട്ട് പ്രശ്നമുണ്ട്. രാജേന്ദ്രന് ഇവരുമായും പ്രശ്നമുണ്ട്. ഈ പ്രശ്നങ്ങൾ പരിഹരിച്ച് രാജേന്ദ്രനെ പാർട്ടിയിലേക്ക് എത്തിക്കാൻ CPM ശ്രമിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് രാജേന്ദ്രൻ BJP-യിലേക്ക് പോയാൽ അത് തങ്ങളുടെ രാഷ്ട്രീയ പ്രചരണത്തിന് തിരിച്ചടിയാകും എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ രാജേന്ദ്രനെ വിളിച്ച് സംസാരിക്കുകയും ആ പ്രശ്നങ്ങൾ പരിഹരിച്ച് പാർട്ടിയുമായി സഹകരിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്തത്. അങ്ങനെ കഴിഞ്ഞ ഞായറാഴ്ച, ഈ കഴിഞ്ഞ 2 ദിവസം മുമ്പ് മൂന്നാറിൽ സംഘടിപ്പിച്ച മണ്ഡലം കൺവെൻഷനിൽ, ജോയ്സ് ജോർജിന്റെ മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ രാജേന്ദ്രൻ പങ്കെടുക്കുകയും അതിന് മുന്നോടിയായി മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കും എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെ പാർട്ടി കൺവെൻഷനിൽ പങ്കെടുത്ത മുതിർന്ന നേതാക്കൾക്കുമായി നേരിട്ട് സംസാരിക്കുകയും അവരുമായി കുശലം പറയുകയും ഒക്കെ ചെയ്തതിന് ശേഷമാണ് പിറ്റേ ദിവസം രാജേന്ദ്രൻ ഡൽഹിയിലേക്ക് പുറപ്പെട്ടത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ മനസ്സിലിരിക്കുന്നത് കൃത്യമായി അദ്ദേഹം ഇതുവരെ പുറത്തു പറഞ്ഞിട്ടില്ല. BJP-യിലേക്ക് ചേരുന്നു എന്ന കാര്യം അദ്ദേഹം ഉറപ്പിച്ച് പറയുന്നില്ല എന്നുള്ളതാണ്. പറയാൻ പറ്റുന്നില്ലെങ്കിൽ, അദ്ദേഹം പറയുന്നില്ലെങ്കിൽ പോലും അങ്ങനെ ഒരു കാര്യം ഇരിക്കുന്നത് കൊണ്ടാകണം എന്തോ അദ്ദേഹം പറയുന്നതിലൊക്കെ മാറ്റം. അതായത് ആദ്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ, അനൂപ് റിപ്പോർട്ട് ചെയ്ത പോലെ തന്നെ, എന്തിനാണ് കൂടിക്കാഴ്ച എന്ന് ചോദിക്കുമ്പോൾ 2 തവണ 2 തരത്തിലുള്ള മറുപടി പറയുന്നത് ഒരുപക്ഷെ നമുക്ക് ആ തരത്തിൽ തന്നെ കൂട്ടി വായിക്കാം. ജയൻ, ഈ ജൂനിയർ നേതാക്കൾ, അതായത് തന്നേക്കാൾ ജൂനിയർ ആയിട്ടുള്ള നേതാക്കൾ വീട്ടിലെത്തി പാർട്ടി അംഗത്വം നൽകിയതിൽ ഒക്കെ അദ്ദേഹം ഒരു വിഷമം പ്രകടിപ്പിക്കുകയും അതിലൊക്കെ അതൃപ്തി പ്രകടിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതായത് അപ്പം തന്നെ അദ്ദേഹം ഈ പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കാത്തതിനെ പറ്റി പറഞ്ഞത് ചതിയന്മാരായിട്ടുള്ള ആളുകളുടെ ഒപ്പം പ്രവർത്തിക്കാൻ താല്പര്യമില്ല, അതുകൊണ്ടാണ് എന്ന തരത്തിലുള്ള പ്രതികരണമൊക്കെ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് പലവരും ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അതായത് എസ് രാജേന്ദ്രന്റെ അനുനയ നീക്കം CPM കഴിഞ്ഞ ദിവസം നടത്തി അദ്ദേഹം പാർട്ടി വിടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും പ്രശ്നങ്ങളൊന്നും അവിടെ തീർന്നിരുന്നില്ല എന്ന് തന്നെ മനസ്സിലാക്കണം, അല്ലേ? ഒരു രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട്, അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള ഒരു കാര്യം ഇതിനകത്ത് ഉണ്ട് എന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ച് CPM-നെ സംബന്ധിച്ച്, അവരെ സംബന്ധിച്ച് വലിയ തിരിച്ചടി ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. മൂന്നാറിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ചില നേതാക്കളുമായിട്ടാണ് എസ് രാജേന്ദ്രന്റെ പ്രശ്നങ്ങളുള്ളത്. അത് സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള KV ശശി, അതോടൊപ്പം തന്നെ MM മണി, ഈ 2 ജില്ലയിലെ ഏറ്റവും മുതിർന്ന നേതാക്കൾ രാജേന്ദ്രനുമായി വലിയ രീതിയിൽ അകന്ന ഒരു ഘട്ടമുണ്ടായി. അതിന്റെ പേരിലാണ് പാർട്ടി നടപടി പോലും ഉണ്ടാകുന്നത്. രാജേന്ദ്രനുമായി ബന്ധപ്പെട്ട് ആരോപണമുയർന്നത് അഡ്വക്കേറ്റ് A രാജയെ പരാജയപ്പെടുത്താൻ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ളതാണ്. ആ അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയ